ഹാപ്പി ന്യൂ ഇയർ. വയനാടിൻ്റെ മഹോത്സവമായി വർഷത്തിൽ അമ്പലവയലിൽ പൂപ്പലി ആരംഭിക്കുകയാണ്. ഇത്തവണ വളരെ മനോഹരമായിട്ടുള്ള പുഷ്പവാടികളും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റുകളുമാണ് പൂപ്പലിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അമ്പലവയലിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമായി ഇത് കൊണ്ടാടാൻ ഈ നാട്ടിലെ ജനങ്ങളും സർവകലാശാലയും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി ഈ രംഗത്ത് അണിനിരന്നിരിക്കുകയാണ്. വരുന്ന 15 ദിവസങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കും ഫുഡ് കോർട്ടും അതുപോലെ തന്നെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള സ്റ്റാളുകളും ഇത്തവണ ഈ പൂപ്പലിക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ 5 ലക്ഷത്തിലധികം ആളുകളെ ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ റൈഡുകളുണ്ട്, കൂടുതൽ അറേഞ്ച്മെൻറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പൂപ്പലി വയനാടിന് അടുത്ത 15 ദിവസം വലിയ ആഹ്ലാദം പകരുന്ന ഒരു മഹോത്സവമാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സർവകലാശാലയുടെ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ഒരു 2-3 മാസക്കാലമായി അവരുടെ അഹോരാത്രമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ കഴിയും, മനോഹരങ്ങളായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്ര മനോഹരമായിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ മറ്റ് അറേഞ്ച്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഒരു 5 ലക്ഷത്തിലധികം ആളുകളെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പൂപ്പലി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഏറ്റവും മനോഹരമായി ഏറ്റവും സജ്ജമായിട്ടുള്ള ഒരു പൂപ്പലി ഈ വർഷം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും വിനോദസഞ്ചാരികളെയും ഞങ്ങൾ ഈ പൂപ്പലി പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്കറിയാം കേരള കാർഷിക സർവകലാശാലയുടെ ഒരു വലിയ മഹോത്സവമാണ് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ സാറാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത്. കൂടെ നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. എപ്പോഴും പൂപ്പലിയുടെ ഒരു വൻ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജനസേവകർ, രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റെല്ലാ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടെ നിന്നുകൊണ്ട് നടത്തുന്നതാണ്. നമ്മുടെ മാത്രം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ മാത്രം ഒരു പ്രോഗ്രാം അല്ല ഇത്. കേരള കാർഷിക സർവകലാശാല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കൂടെ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ, അവരാണ് ഇതിൻ്റെ എല്ലാം അധ്വാനത്തിൻ്റെ പുറകിൽ. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇപ്പോൾ കാണുന്ന 20-26 പൂപ്പലിയുടെ പുറകിൽ ഇവരുടെ എല്ലാം കഠിനമായ ഒരു പ്രയത്നമാണ്. അതിനുവേണ്ടി ഞാൻ അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും പൂപ്പലി കാണുക, കണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പ്രോഗ്രാമുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് JK അമ്യൂസ്മെൻറ്റ്സ് ആണ്. അവരും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ഈ 15 ദിവസവും കടന്നു പോകുന്ന നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവരും സഹകരിച്ച് ഇത് വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം. നമ്മളൊരു വയനാടിൻ്റെ ഒരു ഉത്സവമാണ് ഈ പൂപ്പൊലി. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തുന്ന ഒരു പ്രദേശമാണ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത്. ഈ ഒരു പൂപ്പൊലി അതിനൊരു ഉപകാരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് അന്താരാഷ്ട്ര ഈ പൂപ്പൊലി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നല്ല രൂപത്തിൽ വരും കാലങ്ങളിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരള കാർഷിക സർവകലാശാല അവതരിപ്പിക്കുന്നു അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പൊലി 2026 ജനുവരി 1 മുതൽ 15 വരെ വയനാട് അമ്പലവയലിൽ.